ഏവർക്കും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്കായി ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന G-Suite എന്ന മാധ്യമത്തിലെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും എങ്ങനെ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം, കൂടാതെ അതിനകത്തേക്ക് എങ്ങനെ വിദ്യാർത്ഥികളെ നമുക്ക് ആഡ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്ന് നമുക്കെല്ലാം അറിയാം. കാരണം ഓൺലൈൻ പഠനത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഓൺലൈൻ പഠനത്തിൻ്റെ സമയത്ത് നമ്മൾ അധ്യാപകർ നേരിടുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അതിൻ്റെ സേഫ്റ്റി എന്നൊരു ഇഷ്യൂ തന്നെയാണ്. അതായത് നമുക്കറിയാത്ത അൺനോൺ ആയിട്ടുള്ള ആൾക്കാർ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത് ഇതിൻ്റെ പ്രൈവസി എന്ന് പറയുന്ന ആ ഒരു സംഭവം വയലേറ്റ് ചെയ്തിട്ട് പല ഇഷ്യൂസും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കേട്ടതാണ്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള G-Suite, അതായത് ഗൂഗിൾ ക്ലാസ് റൂം എന്ന ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓൺലൈൻ പഠനം. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ ലാപ്ടോപ്പിൽ എങ്ങനെ ഈ കാര്യങ്ങൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം, അതിനകത്തേക്ക് എങ്ങനെ വിദ്യാർത്ഥികളെ ആഡ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ലാപ്ടോപ്പിൽ ചെയ്യുന്നതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം നമ്മൾ മൊബൈൽ ഫോണിൽ ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ അധ്യാപകൻ്റെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ഫോണിൽ എങ്ങനെ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് വിദ്യാർത്ഥികളെ ആഡ് ചെയ്യാം എന്ന കാര്യമാണ് ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നാം സ്ക്രീനിൽ കാണുന്നത് അധ്യാപകൻ്റെ മൊബൈൽ ഫോണാണ്. ഇത് കാണുന്നത് അധ്യാപകൻ്റെ മൊബൈൽ ഫോണാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് പ്ലേ സ്റ്റോറിലേക്ക് പോയി ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് നിങ്ങളുടെ പ്രിൻസിപ്പൾ തന്നിരിക്കുന്ന കൈറ്റ് സ്കൂൾ, അതായത് ITH സ്കൂൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക. അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പഴയ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകളിൽ നിന്നും ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. ആദ്യമായി ചെയ്യുന്നവർ സെറ്റിങ്സിലേക്ക് പോവുക. അതിനകത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഗൂഗിൾ എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഗൂഗിൾ എടുത്തതിന് ശേഷം ഇവിടെ ഏത് അക്കൗണ്ടാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക. ഇവിടെ ഈ ചെറിയൊരു ആരോ മാർക്ക് കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലോഗിൻ ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും ഡിസ്പ്ലേ ചെയ്യും. ഏറ്റവും മുകളിലുള്ളത് ഇപ്പോൾ എൻ്റെ ഒഫീഷ്യൽ അതായത് ടീച്ചർ ID ആണ്. താഴെയുള്ളത് ഒരു സ്റ്റുഡൻറ്റ് ID ആണ്, ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഒഫീഷ്യൽ ID വെച്ച് തന്നെ ഇതിനകത്ത് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ID ആണെങ്കിൽ ഈ ആരോ കീ പ്രസ് ചെയ്തിട്ട് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നത് എനിക്ക് നൽകിയിരിക്കുന്ന ഒഫീഷ്യൽ ID വെച്ചിട്ട് തന്നെയാണ്. ഞാനിപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത സമയത്ത് ഓൾറെഡി ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 3 ക്ലാസ്സുകളാണ് ഞാൻ ഹയർ സെക്കൻഡറി എൻ്റെ സ്കൂളിൽ ഹാൻഡിൽ ചെയ്യുന്നത്. +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, +2 ബിസിനസ് സ്റ്റഡീസ്, +1 അക്കൗണ്ടൻസി. ഈ 3 വിഷയങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പുതിയതായിട്ട് ഒരു സാമ്പിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 3 ലൈൻസ് കാണാം. നിങ്ങളുടെ മൊബൈലിനകത്ത് 3 ലൈൻസ് കാണാം. ഇനി ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ കാണാം. അപ്പോൾ ഈ 3 ലൈൻസ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട മെനു നമുക്ക് കിട്ടുകയാണ്. അവിടെ ക്ലാസ്സസ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് ഇവിടെ ഈ ക്ലാസ്സസ് എന്ന് സെലക്ട് ചെയ്ത സമയത്താണ് ഈ 3 ക്ലാസ്സുകൾ ഇവിടെ ഡിസ്പ്ലേ ആയത്. ഇനി ഞാൻ പുതിയതായിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ക്ലാസ്, ജോയിൻ ക്ലാസ് ഇങ്ങനെ 2 ഓപ്ഷൻസ് വരും. അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് ക്ലാസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ക്ലാസ് സെലക്ട് ചെയ്യുക. അവിടെ ക്ലാസ് നെയിം ചോദിക്കുകയാണ്. അപ്പോൾ ക്ലാസ് നെയിം കൊടുക്കുന്നത് ഞാനൊരു സാമ്പിൾ ക്ലാസ് എന്നുള്ളൊരു പേരിൽ കൊടുക്കുകയാണ്. സാമ്പിൾ ക്ലാസ് എന്ന പേര് കൊടുക്കുകയാണ്. സെക്ഷൻ ടൈപ്പ് ചെയ്യണം. സെക്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്യണം. +2
എന്നുള്ള പേരിൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ വേണ്ട ഞാൻ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കുന്നു. സാമ്പിൾ ക്ലാസ് മാറ്റിയിട്ട് ഇംഗ്ലീഷ് ആണ് ഞാൻ എടുക്കുന്നത്. ഇംഗ്ലീഷ് എന്ന് കൊടുക്കുന്നു. അതിന് നിർബന്ധമായിട്ട് നിങ്ങൾ +1 ആണോ +2 ആണോ എന്നുള്ള കാര്യം കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരും. +2 കൊമേഴ്സിനാണെങ്കിൽ +2 കൊമേഴ്സ് ഇംഗ്ലീഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് കുറേ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന അധ്യാപകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവിടെ ഇയർ കൂടെ കൊടുക്കാം. 2022 സെക്ഷൻ +2 റൂമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൂടാതെ സബ്ജക്റ്റ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം. ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ കാണുന്ന ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണുന്ന ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ക്ലാസ് റൂമിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് കൺവീനിയൻസ് ഏതാണോ നിങ്ങളുടെ കൺവീനിയൻസ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമ്മൾക്കറിയാം. ഇതൊക്കെ സേവ് ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലാണ്. നമ്മുടെ ഫോൺ മെമ്മറിയെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെയൊക്കെ സെറ്റിങ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ ന്യൂ മീറ്റ് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അത് ഗോട്ട് ഇറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. പുതിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ഞാൻ ആ ക്ലാസ് റൂമിനകത്തേക്കാണുള്ളത്. ഇപ്പോൾ +2 കൊമേഴ്സ് ഇംഗ്ലീഷ് എന്ന ക്ലാസ്സിനാണുള്ളത്. ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ ലാപ്ടോപ്പിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ, ഗ്രേഡ് തുടങ്ങി 4 ഉണ്ടായിരുന്നു. മൊബൈലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ ഇങ്ങനെ 3 കാര്യങ്ങൾ മാത്രമാണ്. 3 പ്രധാനപ്പെട്ട മെനു ആണ് നിങ്ങൾക്കിവിടെ കിട്ടുക. അപ്പോൾ ഈ മുകളിൽ കാണുന്ന 3 ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ജനറൽ സെറ്റിങ്സ് ആണ്. ജനറൽ സെറ്റിങ്സ് ആണ് ഈ കാണുന്ന 3 ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന 4 ക്ലാസ്സുകൾ കാണാം. ഈ കാണുന്നത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്. ഞാൻ ഇതിനകത്ത് ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അതിനകത്താണുള്ളത്. ഇനി ഈ ക്ലാസ് റൂമിൻ്റെ പിക്ചറൊക്കെ നമുക്ക് മാറ്റാം. ഈ ഇംഗ്ലീഷ് എന്ന ക്ലാസ്സിൻ്റെ പിക്ചർ അല്ലെങ്കിൽ വേണ്ട ഇപ്പം തന്നെ ഇവിടെ +2 കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റിൻ്റെ പേര് കുറച്ച് ഇൻവിസിബിൾ ആയിട്ട് കാണുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ വെച്ച് റീനെയിം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ സെറ്റിങ്സിലേക്ക് പോവാം. ഈ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ നമുക്ക് +2 എന്നുള്ളത് ജസ്റ്റ് ഒരു സിമ്പിളാക്കി മാറ്റാം. +2 കൊമേഴ്സ് ഇംഗ്ലീഷ് ക്ലാസ് എന്നാക്കി. അതിനുശേഷം ഇവിടെ സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണ് നമുക്കിത് റീനെയിം ചെയ്യാം. ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടി കൊമേഴ്സ് ഇംഗ്ലീഷ് എന്ന് കുട്ടികൾക്ക് വിസിബിൾ ആയുള്ള രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ കാണുന്ന സെറ്റിങ്സ് ഈ ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ സെറ്റിങ്സ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതിനകത്താണ് ഈ ക്ലാസ്സുമായിട്ട് ഇംഗ്ലീഷ് എന്ന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എഡിറ്റിംഗ് ഒക്കെ നടത്തേണ്ടത്. ഇതിനകത്താണ്. ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ബാക്കിലേക്ക് പോവാം. ഇനി എനിക്ക് എന്ത് ചെയ്യണം? സ്ട്രീം, അതുപോലെ ക്ലാസ് വർക്ക്, അതുപോലെ പീപ്പിൾ. ഇതിനകത്ത് പീപ്പിൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി. ഈ പീപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് എടുക്കാം. അതിനുശേഷം ഇവിടെ ടീച്ചറുടെ പേര് നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് നിങ്ങളുടെ ഒഫീഷ്യൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എവിടെ വരും. പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് മാറ്റാം. ഇനി സ്റ്റുഡൻസിനെ ആഡ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്, ആഡിങ് സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുക. നമുക്കറിയാം ഇപ്പോൾ +2 60 കുട്ടികളുണ്ട്. അപ്പോൾ സാധാരണഗതി നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ 60 കുട്ടികളെയും ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വിദ്യാർത്ഥികളുടെ മെയിൽ അഡ്രസ്സ്, അതായത് അവരുടെയും ഒഫീഷ്യൽ അഡ്രസ്സാണ്, അവരുടെ പേഴ്സണൽ അഡ്രസ്സ് അല്ല, അവരുടെയും ഒഫീഷ്യൽ അഡ്രസ്സ് ഇവിടെ ഈ നെയിം ഓർ ഇമെയിൽ അഡ്രസ്സ് എന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്യുകയാണ് നിങ്ങൾ വേണ്ടത്. ഈ കാണുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയുടെ മെയിൽ അഡ്രസ്സ്, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാനവിടെ വിദ്യാർത്ഥിയുടെ മെയിൽ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്തു. അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത സമയത്ത് അവിടെ ആ ഒരു അഡ്രസ്സ് സെലക്ഷൻ ആയിട്ട് കാണാം. അതിനുശേഷം ഈ മുകളിൽ കാണുന്ന ഇൻവൈറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. മുകളിൽ കാണുന്ന ഇൻവൈറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇൻവൈറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം, കാരണം അതിന് ഒരു പ്രോസസ്സിങ് ഡിലേ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ജതിൻ കുമാർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ഞാൻ ഇൻവൈറ്റഡ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഇതിലൊരു സംശയം വന്നേക്കാം, അപ്പോൾ 60 കുട്ടികളെയും ഈ രീതിയിൽ ഇൻവൈറ്റ് ചെയ്യണ്ടേ എന്ന സംശയം വന്നേക്കാം.
അതിനും ഒരു എളുപ്പ വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ വിദ്യാർത്ഥികളെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്ലാസ് റൂമിന്, അതായത് +2 കൊമേഴ്സ് ആണെങ്കിൽ +2 കൊമേഴ്സിന്, അല്ലെങ്കിൽ 10B ആണെങ്കിൽ 10B ക്ലാസ്സിന് ഒരു ബാച്ച് ID തന്നിട്ടുണ്ടാകും. അതായത് 10B ക്ലാസ്സിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ID, ഹിയർ ടൈപ്പ് ദ ഗ്രൂപ്പ് ID, ആ ക്ലാസ് റൂമിൻ്റെ ID നിങ്ങളുടെ ഹെഡ് മാസ്റ്ററോടോ പ്രിൻസിപ്പളോടോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ HITCയോടോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ് റൂമിൻ്റെ ID ലഭിക്കുന്നതായിരിക്കും. അതായത് 60 കുട്ടികൾക്കും ഒരു സിംഗിൾ ID അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിവിടെ കാണിക്കുന്നില്ല, അതിൻ്റെ ഒരു അഡ്രസ്സ് പുറത്ത് പോകുന്നത് അത്ര നന്നല്ല, അതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് HMനോട് അല്ലെങ്കിൽ പ്രിൻസിപ്പളോട് വാങ്ങിക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ഹിയർ ടൈപ്പ് ഗ്രൂപ്പ് ID ഓഫ് യുവർ ക്ലാസ്, നിങ്ങളുടെ ക്ലാസിൻ്റെ ഗ്രൂപ്പ് ID ടൈപ്പ് ചെയ്തിട്ട് ഇൻവൈറ്റ് എന്ന ബട്ടൺ ഒറ്റ തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 60 കുട്ടികൾക്കും ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോയിട്ടുണ്ടാവും. ക്ലിയർ? ഇപ്പോൾ ഞാനത് ഇവിടെ കാണിക്കുന്നില്ല. അറ്റ് പ്രസൻറ്റ് ഞാൻ ഒരു വിദ്യാർത്ഥിയെ മാത്രം ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ഈ ഒരു കാര്യം ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് എന്ന ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരു സ്റ്റുഡൻറ്റിന് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ആ വിദ്യാർത്ഥിയുടെ സ്ക്രീനിൽ, ആ വിദ്യാർത്ഥിയുടെ ഫോണിനകത്ത് അത് ഏത് രീതിയിലാണ് വന്നിട്ടുണ്ടാവുക എന്ന് നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ നാം സ്ക്രീനിൽ കാണുന്നത് ആ വിദ്യാർത്ഥിയുടെ ഗൂഗിൾ ക്ലാസ് റൂമാണ്. അതായത് ജതിൻ കുമാർ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ ക്ലാസ് റൂമാണ്. ആ വിദ്യാർത്ഥി ഇപ്പം 3 ക്ലാസ്സിൽ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. +1 അക്കൗണ്ടൻസി, +2 ബിസിനസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, 3 ക്ലാസ്സിനകത്ത് ഇവൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അയച്ചിരിക്കുന്ന ഇംഗ്ലീഷ് എന്ന ക്ലാസ്സിൻ്റെ ഒരു ലിങ്ക്, ഒരു റിക്വസ്റ്റ് ഇവിടെ വന്നിട്ട് കാണാം. അപ്പോൾ ചില കുട്ടികൾ പറയും, സാർ അത് വന്നിട്ടില്ല, എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറയാം. റിഫ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് റിഫ്രഷ് ബട്ടൺ, ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റിഫ്രഷ് എന്ന ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. റിഫ്രഷ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു റിഫ്രഷ് ആവുന്നത് കാണാം. ഇനി അതും അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ സ്ക്രീൻ ഒന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് റിമൂവ് ചെയ്താലും അത് റിഫ്രഷ് ആയിക്കോളും, ഓട്ടോമാറ്റിക്കലി റിഫ്രഷ് ആയിക്കോളും. അപ്പോൾ വിദ്യാർത്ഥികളോട് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുക. ജോയിൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഫോണിൽ നിന്നും ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അപ്പോൾ ആ വിദ്യാർത്ഥി ഇപ്പം ഇതിനകത്തേക്ക് ജോയിൻ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് അധ്യാപകൻ്റെ സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അധ്യാപകൻ്റെ സ്ക്രീനാണ്. അപ്പോൾ ഇവിടെ +2 കൊമേഴ്സ് ഇംഗ്ലീഷ് എന്ന് കാണാം. ഇതിനകത്ത് 1 സ്റ്റുഡൻറ്റ് എന്ന് കാണാം. അതുപോലെ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 58 കുട്ടികളുണ്ട്. ഓൾറെഡി ഇപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെയാണ് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്തേക്ക് ഗ്രൂപ്പ് ID വെച്ചിട്ട് ഇവിടെ 58 കുട്ടികളും ഇതിനകത്ത് ലോഗിൻ ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ +2 കൊമേഴ്സ് ഇംഗ്ലീഷിനകത്ത് ഇവിടെ പീപ്പിൾ എന്ന് സെലക്ട് ചെയ്യണം. പീപ്പിൾ എന്നതിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഇൻവൈറ്റഡിന് പകരം ഈ ഒരു സ്റ്റുഡൻറ്റ് ആക്റ്റീവായിട്ട് കാണും. അപ്പോൾ എൻ്റെ ക്ലാസ്സിനകത്ത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വിദ്യാർത്ഥികളെ ആഡ് ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ വിദ്യാർത്ഥികളെ ആഡ് ചെയ്യാമെന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ് റൂമിൻ്റെ പിക്ചേഴ്സൊക്കെ നമുക്ക് മാറ്റാം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ലേഔട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ തന്നെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ ലാപ്ടോപ്പിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഏത് രീതിയിലാണ് ഈ ക്ലാസ് റൂമിൻ്റെ പിക്ചർ നമ്മുടെ വിദ്യാലയത്തിൻ്റെ പിക്ചറാക്കി മാറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അത് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. തൽക്കാലം ഈ വീഡിയോ ഞാനിപ്പം അവസാനിപ്പിക്കുകയാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം, അതിനകത്തേക്ക് എങ്ങനെ വിദ്യാർത്ഥികളെ ആഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ്. അടുത്ത വീഡിയോയിൽ എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് ക്ലാസ് വർക്കുകൾ കൊടുക്കാം, അതുപോലെ ഈ ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ എങ്ങനെ കണ്ടക്ട് ചെയ്യാം എന്നീ 2 കാര്യങ്ങൾ കൂടെ അടുത്ത 2 വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.